ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിലെ സിങ്കൊക്കെ കഴുകുന്നതിന് നമ്മൾ സോപ്പ് ഇതൊക്കെ ഉപയോഗിച്ചല്ലേ കഴുകുന്നത്. അപ്പോൾ അതെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്തുനിന്ന് ചെറിയ പാറ്റ പ്രാണികളൊക്കെ കയറി വരുമല്ലോ, ഉറുമ്പ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പൊടിയുപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ്. അപ്പോൾ കുറച്ച് പൊടിയുപ്പ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനത്തെ ഉള്ള ഉറുമ്പുകൾ അങ്ങനെ ഒരു ശല്യമേ കാണത്തില്ല. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കൊതുകിനെ എങ്ങനെ ഇല്ലാതാക്കാം. അപ്പം നമുക്ക് കൊതുക് ശല്യം കാരണം കിടന്നുറങ്ങാൻ പോലും പാടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 കർപ്പൂരം ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർപ്പൂരം പൊടിച്ച് വേണേലും ഇട്ട് കൊടുക്കാം. ഇപ്പം ആ വെള്ളത്തിൽ കിടന്ന് തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ പൊടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോളാണ്. അപ്പോൾ ഡെറ്റോൾ നമുക്ക് അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിനും നല്ല ഒരു സ്മെല്ലുമാണ് അതിന്. അപ്പോൾ ഈ സ്മെല്ലടിക്കുമ്പം തന്നെ കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കർപ്പൂരത്തിൻ്റെയും ഡെറ്റോളിൻ്റെയും സ്മെല്ല് കാരണം കൊതുക് ആ പരിസരത്ത് പോലും വരത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് രണ്ടും മാത്രം മതി. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഇതിന്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് കൊതുകിന് ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെറിയ ബൗളിനകത്തൊക്കെ ആക്കി നമ്മൾ കൊതുക് വരുന്ന ഏത് ഭാഗത്താണോ അവിടെ നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ച് വെച്ച് കൊടുക്കാം. ചെറിയ ബൗളിനകത്തോട്ട് ചെറിയ മൂടികളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കൊതുക് ആ ഭാഗത്തോട്ടേ വരത്തില്ല. നമ്മളെ വീട്ടിനകത്തോട്ടൊന്നും കൊതുക് വരത്തില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ പേപ്പർ കീറിയിട്ട്, അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ പഞ്ഞിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് എവിടെയൊക്കെയാണോ കൊതുക് വരുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് രാത്രി ഫുൾ ഇതിൻ്റെ ആ സ്മെല്ല് നിൽക്കുകയും ചെയ്യും. അത് കാരണം കൊതുക് ആ ഭാഗത്തോട്ട് വരത്തതേ ഇല്ല. അതേപോലെ ജനലിൻ്റെ കമ്പിയിൽ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരം. അപ്പോൾ ഈ വെള്ളം വെച്ച് നമുക്ക് തുടയ്ക്കുകയും ചെയ്യാം. നമുക്ക് തറയൊക്കെ തുടയ്ക്കുന്നതെങ്കിൽ ഈ വെള്ളം വെച്ച് തുടയ്ക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഡെറ്റോളും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഒരു എഫക്റ്റാണ് ഇതിന്. ഇനി നമുക്കിതുപോലെ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പുല്ലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊതുക് കൂടുതലും ഇരിക്കുന്നത്, അവിടെ നിന്നാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് കൊതുകിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ജനൽ തുറന്നിട്ടാലും കൊതുകൊന്നും കയറത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണേ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് മണ്ണെണ്ണയുടെ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം 1/4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ആ മണ്ണെണ്ണയുടെ ആ എഫക്റ്റ് ഇല്ലാതാകും. അപ്പോൾ ഇത്രയും വെള്ളം മതിയാകും. അപ്പോൾ ഇതും നമുക്ക് കൊതുകിനെ പറമ്പിലൊക്കെ ഒഴിച്ചാൽ കൊതുകിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് പെരിച്ചാഴി വരുന്ന സ്ഥലത്ത് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സ്മെല്ലടിച്ച് ഇഴജന്തുക്കൾ പോലും വരത്തില്ല. നമുക്കിതേപോലെ പൊത്തൊക്കെയുള്ള സ്ഥലത്ത്, പെരിച്ചാഴി വന്ന് കയറുന്ന പൊത്തൊക്കെയുള്ള സ്ഥലത്ത് ഇത് നമുക്ക് കുറച്ചൊന്ന് തളിച്ചു കൊടുക്കണം. അപ്പോൾ ആ മണ്ണെണ്ണയുടെ സ്മെല്ല് എത്ര നാൾ വേണേലും ആ മണ്ണിൽ കാണും, കുറേ നാൾ നിൽക്കും. ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് പെരിച്ചാഴിയോ അതേപോലെ ഇഴജന്തുക്കൾ, ഇപ്പോൾ പാമ്പ് ഒക്കെ വരുന്നത് മണ്ണെണ്ണയുടെ സ്മെല്ലടിച്ച് ആ ഭാഗത്തോട്ടേ വരത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുക്കുക. അതുമാത്രമല്ല കൊതുക് ശല്യം നല്ല ഒരു ഇതാണ് മണ്ണെണ്ണയുടെ സ്മെല്ലടിക്കുമ്പോഴത്തേനും അങ്ങനെയുള്ള ഒരു സാധനവും വീട്ടിനകത്തോട്ട് വരുത്തേയില്ല. അതേപോലെ പറമ്പിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ശല്യത്തിൽ നിന്നും ഒഴിവാകാം. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.